തീർച്ചയായിട്ടും ഷുക്കൂറിന് മറുപടി പറയേണ്ടതുണ്ട്. ഏതായാലും ശ്രീ എസ് കെ സജീഷിന് മറുപടി പറയേണ്ടതുണ്ട്, ശ്രീ ലാൽകുമാറിനും മറുപടി പറയേണ്ടതുണ്ട്. ഞാൻ സജീഷിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ലാൽകുമാർ, താങ്കൾ ഉന്നയിച്ച ചില കാര്യങ്ങളിലൊക്കെ എന്തോ ഷുക്കൂർ ചെറുതായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. താങ്കൾക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകാൻ. അല്ല, ഷുക്കൂറിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി പറഞ്ഞതല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധം വലുതാണെന്ന് തന്നെ എനിക്കറിയാം. വളരെ ജനാധിപത്യ വിശ്വാസിയാണ് അദ്ദേഹം, വളരെ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ ഇന്ന് പറഞ്ഞത് ഞാൻ വസ്തുതാപരമായി തന്നെ പറഞ്ഞതാണ്. പിന്നെ കോൺഗ്രസിനെ അദ്ദേഹത്തിന് പറയാമോ കോൺഗ്രസ് ഏതൊക്കെ തോക്കുമെന്നും? ഇല്ല. ഏതൊക്കെ സീറ്റിൽ കോൺഗ്രസ് തോക്കുമെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? എന്ന് വെച്ചാൽ വസ്തുതാപരമായി അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല. കാര്യം രാഷ്ട്രീയം അതിനകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സബ്ജക്റ്റീവ് ലെവലിൽ നിന്നാണ് അദ്ദേഹം അതിനെ കാണുന്നത്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധത്തെക്കുറിച്ച് എനിക്ക് സംശയമില്ല, പൊതുബോധത്തെക്കുറിച്ച് സംശയമില്ല. നല്ല വ്യക്തിയാണെന്ന് തന്നെയാണ് എനിക്ക്. വേറെ ഒന്നും എന്നത് ആഡ് ചെയ്യാനില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എസ് കെ സജീഷ്, നമ്മൾ ഈ BJP-യിലേക്ക് പോയ നേതാക്കളുടെ കണക്ക് പറയുമ്പോൾ എത്ര ലാഘവത്തോടെയാണ് ശ്രീ എ ഷുക്കൂർ അത് കൈകാര്യം ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതൊരു സാധാരണ സംഭവം എന്ന രീതിയിൽ മാത്രമാണ് അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചത്. മാത്രമല്ല, അതിന് അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞത് ത്രിപുരയിലൊക്കെ നിങ്ങളുടെ പാർട്ടി ഓഫീസ് അടക്കം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന ദുർബലമായ ചില വാദങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഒരു പക്ഷേ കോൺഗ്രസിന്റെ പൊതുവിലുള്ള നേതൃത്വം ഈ വിഷയത്തിലെടുക്കുന്ന ഇത്തരത്തിലുള്ള ലാഘവത്വം നിറഞ്ഞ നിലപാടുകളാണോ ഇത്തരത്തിലൊരു ഒഴുക്ക് ഇങ്ങനെ ഉണ്ടാകാൻ കാരണമായി, ഇപ്പോഴും ഇത് തുടരാനുള്ള കാരണമായി നിലനിൽക്കുന്നത്? ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എങ്കിൽ പോലും ഏറ്റവും ഗൗരവമുള്ള രാഷ്ട്രീയ വിഷയം എന്ന നിലയിൽ നമുക്കത് ചർച്ച ചെയ്യാതെ കടന്നു പോകാനും കഴിയില്ല. ശ്രീ സജീഷ്. തീർച്ചയായും ഇത് ഗൗരവമുള്ള രാഷ്ട്രീയ വിഷയം തന്നെയാണ്. ശ്രീ ഷുക്കൂറോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോ അത് ലളിതവൽക്കരിച്ചാൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നില്ല. കാരണം നമ്മൾ കാണേണ്ടത് ഇന്ത്യയിൽ ചില്ലറ ആളുകളല്ല ശ്രീ ഷുക്കൂർ പോയിട്ടുള്ളത്. ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാർ ND തിവാരി മുതൽ ഇങ്ങോട്ട് 6ഓളം പേർ, അതിൽ ഞാൻ രാജ്യത്താകെ അറിയപ്പെടുന്ന പേരുകൾ പറയാം. അതിൽ നജ്മ ഹെപ്തുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ, നമ്മുടെ അതുപോലെ തന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന നാരായൺ റാണെ, റീത്ത ബഹുഗുണ ജോഷി മഹിളാ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ, ജഗദാംബിക പാൽ UP മുഖ്യമന്ത്രി, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന വിജയ് ബഹുഗുണ, അതുപോലെ തന്നെ മണിപ്പൂർ മുഖ്യമന്ത്രി ഭൈരവൻ സിംഗ് തുടങ്ങി മുഖ്യമന്ത്രിമാർ. പിന്നെ കോൺഗ്രസ് ജയിച്ച് ഗോവയിൽ ആരാ ജയിച്ചത്? കോൺഗ്രസ് ആണ് ജയിച്ചത്. BJPക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത് എങ്ങനെയാണ്? കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട 2 MLA-മാർ മത്സരിച്ച് ജയിച്ചതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം BJPയിൽ ചേക്കേറിയത് കൊണ്ടാണ്. 2 പേർ അങ്ങോട്ട് പോയതുകൊണ്ടാണ് ഗോവയിൽ സ്ഥാനം നഷ്ടപ്പെട്ടത്. ഏതെല്ലാം സംസ്ഥാനങ്ങൾ ലാഘവത്തോടെ ഒരു ആൾ പാർട്ടി മാറിയതിനെ കുറിച്ചാണ് പറയുന്നത്. അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ 44 MLA-മാരുള്ളടുത്ത് മുഴുവൻ ആളുകളെയും കൂട്ടി മുഖ്യമന്ത്രി BJPയിലേക്ക് പോയി. മന്ത്രിസഭയും MLA-മാരും BJP ആണെന്ന് പ്രഖ്യാപിച്ചു. ഇങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ മാറ്റി നിർത്തി ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ ഒരു കൂറുമാറ്റം ഉണ്ടായിട്ടുണ്ടാവുമോ? മണിപ്പൂരിലും ഇതുപോലെ തന്നെയാണല്ലോ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 8 MLA-മാർ പോയത്. ഇങ്ങനെ പോകുന്ന സാഹചര്യം ഇതിനെ നിങ്ങൾ ലാഘവൽക്കരിക്കുകയാണോ? അത് നൽകുന്ന സന്ദേശം ചെറുതാണോ? നിങ്ങൾ ത്രിപുരയിലെ കാര്യം പറഞ്ഞു. ഞാൻ വേണേൽ കണക്ക് വെച്ച് പറയാം. ഓരോ മണ്ഡലത്തിലെയും കോൺഗ്രസിന് ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ട് 22,000 വോട്ട്. CPM കോൺഗ്രസ് ജയിച്ച മണ്ഡലമാണ്. അവിടെ 21,000 വോട്ടായിരുന്നു CPM-ന് ഉണ്ടായിരുന്നത്. BJPക്ക് 300 വോട്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയുണ്ടായത്? CPM-ന്റെ 21,000 വോട്ട് 21,000-ആയി നിൽക്കുന്നു. BJPയുടെ വോട്ട് 23,000-ആയി കൂടുന്നു. കോൺഗ്രസിന്റെ വോട്ട് 250-ആയി കുറയുന്നു. 250, 1000-ൽ താഴെ വോട്ടുകളാണ് കോൺഗ്രസ് ജയിച്ചിടത്തെല്ലാം കോൺഗ്രസിന് കിട്ടിയത്. വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ ഓരോ മണ്ഡലത്തിൻ്റെയും കണക്കെൻ്റെ അടുത്തുണ്ട്. ഓരോ മണ്ഡലത്തിൻ്റെയും പേര് പറഞ്ഞ് ത്രിപുരയിൽ നമുക്ക് പരിശോധിക്കാം. മുഴുവൻ കോൺഗ്രസ്സുകാരും BJP-ആയി മാറുന്ന സാഹചര്യമല്ലേ ഉണ്ടായത്? അവിടെ പൂർണ്ണമായി ആക്രമിച്ച് ഏതെങ്കിലും ഒരു പാർട്ടി ഓഫീസ് ആക്രമിച്ച് ആഫീസ് കീഴടക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അവിടെ ജീവൻ കൊടുത്തും പ്രതിരോധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചല്ലേ പറയേണ്ടത്? നിങ്ങൾ എന്താണ് പറയുന്നത്? ഇത് ആളുകൾക്ക് മനസ്സിലാവില്ലേ? ഒരു പ്രദേശത്ത്, ഒരു സംസ്ഥാനത്ത് BJP-യെ നിങ്ങൾ ഉണ്ടാക്കി, നിങ്ങൾ ആകെ അങ്ങ് മാറിക്കഴിഞ്ഞ് അവിടെ പൂർണ്ണമായ ആക്രമണത്തിന് BJP നേതൃത്വം നൽകി. ഏതെങ്കിലും ഒരു പാർട്ടി ഓഫീസ് താൽക്കാലികമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അതിനെക്കുറിച്ചാണ് നിങ്ങൾ ഉദാഹരിക്കുന്നത്? അക്രമത്തിൻ്റെ ഭാഗമായി ആരെങ്കിലും കീഴടങ്ങിപ്പോകും അല്ലെങ്കിൽ ഒരു ഓഫീസ് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അതല്ലല്ലോ. ഈ രാജ്യത്ത് ഇപ്പോൾ 268 MP-മാരാണ് BJPക്ക് ഇന്ത്യൻ പാർലമെന്റിലുള്ളത്. 103 പേർ പഴയ കോൺഗ്രസ്സുകാരല്ലേ? ഒട്ടൊരുപാട് പഴയ കോൺഗ്രസ്സുകാരാണോ ശ്രീ ഷുക്കൂർ? അല്ലല്ലോ. 1-2 UPA ഗവൺമെന്റ് കാലത്തെ MP-മാരും മന്ത്രിമാരുമായിരുന്നവരല്ലേ?
100ഓളം MLA-മാരാണല്ലോ സമീപകാലത്ത് മാത്രം പോയത്. പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും. ചരിത്രത്തിൽ എവിടെയെങ്കിലും കാണുമോ? നിങ്ങൾ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാവിന് ഒരു ചെറിയ റിലാക്സേഷൻ കൊടുത്തല്ലോ, രാധാകൃഷ്ണ വിഖേ പാട്ടേലിന്. എന്താ റിലാക്സേഷൻ? നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി പ്രചരണം നടത്താം. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധ്യമാകുന്നതാണോ അത്? മകൻ BJPയിൽ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി പ്രചരണം നടത്താം. ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ BJPക്ക് വേണ്ടി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. കേരളത്തിലെ രമേശ് ചെന്നിത്തലയ്ക്ക് തുല്യമായിട്ടുള്ള ആളാണ്. അദ്ദേഹം എപ്പോൾ പോകുമെന്ന് അറിയില്ല. അതല്ലേ അവസ്ഥ? ഇതിനെ നിങ്ങൾ ലാഘവത്തോടു കൂടി കാണുകയാണോ? നിങ്ങൾ ലാഘവത്തോടു കൂടി കാണുന്ന അത്രയും രാജ്യത്തെ ജനങ്ങൾ നിങ്ങളെ അവിശ്വസിക്കും. കേരളത്തിൽ നിങ്ങളുടെ ബുദ്ധിജീവിയായിരുന്ന ആളല്ലേ, കോൺഗ്രസിന് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്ന ആളായിരുന്നില്ലേ ഡോക്ടർ KS രാധാകൃഷ്ണൻ? അദ്ദേഹമല്ലേ BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്? ഇത് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്ന കാര്യം ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞേക്കാം. ഒരു കാര്യം എന്താണ്, നിങ്ങൾ അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ കാര്യം പറയും. അൽഫോൺസ് കണ്ണന്താനം ഒരു സ്വതന്ത്ര MLA ആയി മത്സരിച്ചിട്ടുണ്ട് ഇടതുപക്ഷം ജയിക്കാത്തൊരു സീറ്റിൽ. പിന്നീട് അദ്ദേഹം ഇതുമായി വിട്ടുപോയി. കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം BJPയിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് നമുക്കറിയാം. ഒരു സ്വതന്ത്രനായിരുന്നു. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ 4 മെമ്പർഷിപ്പ് പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഒരു സ്വതന്ത്രനെ കൂട്ടുപിടിച്ചല്ല പറയേണ്ടത്. ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിനെയും ഞങ്ങൾ എതിർക്കുന്നില്ല. നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്നു, അദ്ദേഹം നാളെ BJPയിലേക്ക് പോയാൽ അത് എതിർക്കപ്പെടുന്ന കാര്യമല്ല. നിങ്ങൾ രമേശ് ചെന്നിത്തലയെ തന്നെ നാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി, അദ്ദേഹം പിറ്റേ ദിവസം BJPയിൽ പോയി. ഞങ്ങൾ എതിർക്കുന്നില്ല, നിങ്ങൾ പുറത്താക്കിയിട്ടാണല്ലോ പോയത്. പക്ഷേ നിങ്ങളുടെ ഓഫീസിൽ ഇരിക്കുകയും പ്രതിപക്ഷ നേതാവായിരിക്കുകയും ചെയ്യുന്ന സമയത്ത് പ്രചരണം നടത്തിക്കോളൂ BJPക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതിപക്ഷ നേതാവിന് റിലാക്സേഷൻ കൊടുക്കുമ്പോൾ അത് രാജ്യത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. അതാണ് പ്രശ്നം. ആ നിലപാടാണ് പ്രശ്നം. ആ നിലപാട് കണ്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷ സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തോടൊപ്പം നിന്നത്. ഇതിലും ഏറെ പറയാനുണ്ട്. ഞാൻ അതുകൊണ്ട് ഒരു ചർച്ചയായതുകൊണ്ട് കൂടുതൽ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ഓരോ സംസ്ഥാനത്തെയും കണക്ക് വെച്ച് പറയാം. ആ സാഹചര്യം നിലനിൽക്കുന്നു. നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ വേണ്ടി കഴിയുന്നില്ല. അതിൻ്റെ കാരണമെന്ത്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കോൺഗ്രസിൻ്റെയും BJPയുടെയും നയം ഒന്നാണ്. നിങ്ങൾ തമ്മിലുള്ള അകലം കുറവാണ്. കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ഒരേ നയം സ്വീകരിക്കാൻ വേണ്ടി സമയത്ത് BJPക്കും കോൺഗ്രസിനും ഒരേ അഭിപ്രായമാകുന്ന അതുകൊണ്ടാണ്. അഭിപ്രായം അതാകുന്നതുകൊണ്ടാണ്. രാജ്യത്തെ കാർഷിക മേഖലയിൽ പ്രശ്നമുണ്ടായി കർഷകരാകെ സമരം ചെയ്യുമ്പോൾ അവർ ഇടതുപക്ഷത്തിന് കൊടിപിടിക്കേണ്ടി വരുന്നത് നിങ്ങളല്ല എന്നുള്ളതുകൊണ്ടാണ്. അവർക്ക് കൂടി സമയം കൊടുക്കേണ്ടതുണ്ട്. ശ്രീ ശ്യാംകുമാറും ഒപ്പം തന്നെ ശ്രീ ലാൽകുമാറും ഉണ്ട്. ശ്രീ ഷുക്കൂറിന് ഇതിന് മറുപടി പറയാനും അനങ്ങിയിട്ടില്ല. തീർച്ചയായും ഞാൻ താങ്കൾ കയറാം. ശ്രീ ശ്യാംകുമാർ, ശ്രീ ലാൽകുമാർ ദയവായി തുടരുക. ഞാൻ നിങ്ങളിലേക്ക് എത്താം. ശ്രീ ഷുക്കൂർ, ഇതൊരു രാഷ്ട്രീയപരമായി ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. താങ്കൾ എത്രമാത്രം ലാഘവത്തോടെ അതിനെ എടുത്തു എന്നതിന് മറുപടിയാണ് ശ്രീ സജീഷ് നൽകിയത്. പറയൂ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സജീഷിനെ പോലുള്ളവർ ഇത്രയും തരം താണ നിലവാരത്തിൽ സംസാരിക്കരുത്. രമേശ് ചെന്നിത്തലയെ പോലുള്ളവര് ഈ പാർട്ടി കെട്ടിപ്പടുക്കാൻ ചെയ്തിട്ടുള്ള സേവനങ്ങൾ, അത് വിദ്യാർത്ഥി സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം പോലെ അയാളുടെ കാലിലെ വെള്ളം കഴുകി കുടിക്കണം. നിങ്ങളെ പോലുള്ളവര് അയാളുടെ കാലിലെ വെള്ളം കഴുകി കുടിക്കണം. അതാണ് അയാളുടെ രാഷ്ട്രീയ പാരമ്പര്യം. പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ പാരമ്പര്യം അതാണോ? എത്ര വർഷമായി അയാള് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഉടനെ എന്തു പറഞ്ഞാലും സംഘിയാക്കാൻ നോക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടല്ലോ. അയാൾ നായരായി ജനിച്ചു പോയതുകൊണ്ടാണോ? അങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത്? നായരായി ജനിച്ചു പോയതുകൊണ്ടാണോ? വളരെ മോശമാണ് കേട്ടോ, വളരെ മോശം. KSU സംഘടനാ പ്രവർത്തനത്തിൽ ഒരു സ്കൂൾ യൂണിറ്റ് പ്രസിഡന്റായി ഇന്ന് പ്രതിപക്ഷ നേതാവായി വന്ന് തുടരെ എല്ലാ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിനും ശക്തി പകർന്ന് നിയമസഭയിലും പാർലമെന്റിലും ശക്തി തെളിയിച്ച് ഇന്ത്യയിലൊട്ടാകെ കോൺഗ്രസ് സംഘടനയെ യൂത്ത് കോൺഗ്രസിനെ വളർത്തി വിദ്യാർത്ഥി സംഘടനയായ KSUവിനെ വളർത്തിയ ഒരു നേതാവിനെ കുറിച്ചാണ് നിങ്ങളിങ്ങനെ പറയുന്നത്. വളരെ മോശമാണ്. ഒരു പ്രതിപക്ഷ ബഹുമാനം പോലും ഇല്ലാത്ത രീതിയിൽ കാര്യമാണ് പറഞ്ഞത്. മഹാരാഷ്ട്രയിലെ വ്യക്തി രാധാകൃഷ്ണ വിഖേ പാട്ടീലിന് നൽകിയ സൗജന്യത്തെക്കുറിച്ചാണ് അദ്ദേഹം. ഞാൻ പറയട്ടെ, ഇത് ശരിയല്ല. ഇതാണ് കൈരളി ചാനലിൽ ഡിസ്കഷന് വരാന് ഞങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്നൊരു, ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കൂ, ഞങ്ങൾക്ക് പറയാനുള്ള അവസരം തരൂ. മോശമല്ലേ സജീഷ്? ഈ നിങ്ങളെ പോലുള്ളവർ ഇത്ര അന്ധമായി ഞങ്ങളെ ജീവൻ കൊടുത്തും പ്രതിരോധിക്കാൻ പോകാൻ ഒരു പാർട്ടി പ്രവർത്തനോട് പറയാറില്ല.
എവിടെ നിലപാടെടുത്ത് പോകുന്നവർ പോകട്ടെ, പക്ഷെ ആ പോയവരുടെ ഗതി എന്ന് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. അത്തരം പോയ അവസരവാദികളും പിന്നിൽ നിന്ന് കുത്തുന്നവരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ഗത്യന്തരമില്ലാതെ തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് കോൺഗ്രസ്. കോൺഗ്രസ് നിങ്ങളെപ്പോലുള്ള ഒരു കേഡർ പാർട്ടിയല്ല, ഉന്മൂല സിദ്ധാന്തം പറയുന്ന പാർട്ടിയല്ല, അടിച്ചമർത്തൽ പാർട്ടിയല്ല. പ്രതിപക്ഷം കൂടി വളർന്നു വരണം എന്നുകൂടി ആഗ്രഹിക്കുന്ന ജനാധിപത്യ ബോധമുള്ള നിങ്ങൾ ഏതെങ്കിലും കലാലയത്തിൽ നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനയെ വളർത്താൻ അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുമോ? നിങ്ങൾ അനുവദിക്കോ? നിങ്ങളെപ്പോലെ ഇത്ര നിഷ്ഠൂരമായ പ്രവർത്തനം, കിരാതമായ പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തു നിന്നില്ല. ഏത് സംഘടനയ്ക്കും അവരുടെ അവകാശമുണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ. അത് അനുവദിച്ചു കൊടുക്കുമോ? നിങ്ങൾ പ്രതിരോധിക്കുകയാണ് പോലും. അത്തരത്തിലുള്ള പാർട്ടി ഇതൊന്നും പറയരുത് ദയവേത്. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട. ജനങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇതാ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടോളൂ. ജനങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആർക്കാണ് കേരളത്തിൽ? പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരമാണോ ജനങ്ങൾ ഏറ്റെടുത്ത് വോട്ട് ചെയ്തത്? നരേന്ദ്രമോദിക്കെതിരായ ഭരണവിരുദ്ധ വികാരമാണോ ജനങ്ങൾ വോട്ട് ചെയ്തതെന്ന് ബോധ്യപ്പെടും. ദിവസങ്ങളുണ്ട്, നമുക്ക് കാണാം. ശ്രീ ശ്യാംകുമാർ നമ്മുടെ ചേരുന്നത്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ശ്യാംകുമാർ ദയവായി തുടരുക. താങ്കളിലേക്ക് എത്താൻ അല്പം വൈകിയതിൽ ക്ഷമിക്കുക. തുടരുക, വളരെ വേഗം എത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തീർച്ചയായും ശ്രീ ശ്യാംകുമാറിലേക്ക്. ശ്രീ ശ്യാംകുമാർ, നിങ്ങൾ ഏറ്റവും അധികം പ്രതീക്ഷ വച്ച മണ്ഡലങ്ങളിൽ രണ്ടെണ്ണമായിരുന്നു. ഒന്ന് നിങ്ങൾ പ്രധാനമായും പറയുന്നത് തിരുവനന്തപുരം കുമ്മനം നിൽക്കുന്നു, മറ്റൊന്ന് പത്തനംതിട്ട കെ സുരേന്ദ്രൻ മത്സരിക്കുന്നു. വലിയ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി തന്നെ ഏറ്റവും അധികം അടി നടന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികം തള്ളിക്കയറ്റം ഉണ്ടായ ഒരു സ്ഥലം കൂടിയായിരുന്നു. ഏറെ പ്രശ്നങ്ങൾക്കൊടുവിൽ അവിടെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിലേക്ക് പോയിരുന്നു. പക്ഷേ നിങ്ങൾ അമിത്ഷായെ അടക്കം ഇറക്കി രഥയാത്ര പോലുള്ള അല്ലെങ്കിൽ വലിയ റോഡ് ഷോ ഒക്കെ നടത്തുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരും എന്ന് പറയാൻ കഴിയുമോ? കാരണം ഒരുപാട് ന്യൂനപക്ഷ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. നിങ്ങൾ ഇത്തരത്തിൽ ഈ നിങ്ങളുടെ ദേശീയ നേതാക്കളെ അടക്കം അവിടെ കൊണ്ടുവരുമ്പോൾ അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. അത് നേരെ തിരിച്ചാണ് എന്നൊരു രാഷ്ട്രീയ നിരീക്ഷണം കൂടി ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സാഹചര്യത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുന്നത്? 2014 നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു തിരഞ്ഞെടുപ്പാണ് 2019 തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നമ്മൾ കണ്ടത്. 20 ലോകസഭാ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമായിരുന്നു. ശക്തമായ ത്രികോണ മത്സരം. ആ ത്രികോണ മത്സരമാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും തൃശ്ശൂരും എല്ലാം. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. സോ എല്ലായിടത്തും ശക്തമായ ത്രികോണ മത്സരം. ആ ത്രികോണ മത്സരത്തിന്റെ നമുക്ക് നൽകുന്ന പ്രതീക്ഷ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും അതുപോലെ ആറ്റിങ്ങലിലും തൃശ്ശൂരിലും അടക്കം ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നുള്ള പ്രതീക്ഷയാണ് നൽകുന്നത്. അങ്ങ് ചൂണ്ടിക്കാണിച്ച ഒരു വിഷയമുണ്ട്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? നിർഭാഗ്യം കൊണ്ട കാലത്തിൽ അന്തരിച്ച നമ്മുടെ ബാബു പോൾ സാറായിരുന്നു. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളല്ലേ? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ടോം വടക്കൻ പിന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളല്ലേ? ന്യൂനപക്ഷ വിഭാഗത്തിന് എതിരാണ് നരേന്ദ്രമോദിയും നരേന്ദ്രമോദി സർക്കാരുമെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ എത്ര ആളുകൾ കൂട്ടത്തോടെ BJP-യിലേക്ക് വരുന്നു? തിരുവനന്തപുരത്ത് കടപ്പുറത്ത് നമ്മൾ കണ്ട കാഴ്ചകൾ മറക്കരുത്. ഓഖി ദുരന്തമുണ്ടായ സമയത്ത് കേരളത്തിന്റെ ബഹുമാനനായ മുഖ്യമന്ത്രിക്കും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കും അവിടുന്ന് ഓടി രക്ഷപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി. അവിടെ നിർമ്മലാ സീതാരാമനും നരേന്ദ്രമോദിയും അവർക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തു. അവിടെ കേൾക്കൂ ചെയ്ത് കൊടുക്കേണ്ടതെല്ലാം ചെയ്തതിന്റെ ഫലമായി ഇന്നലെ വരെ തീരദേശ മേഖലയിൽ ഞങ്ങൾക്കൊരു ബൂത്ത് ഏജന്റിനെ പോലും വെക്കാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ സ്ഥിതിയിൽ ആ തീരദേശ മേഖലയിൽ ആ തദ്ദേശീയരായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർ BJP-ക്ക് വേണ്ടി പ്രവർത്തിക്കാനും ബൂത്തിനകത്തിരിക്കാനും വന്ന ഒരു സാഹചര്യം ബഹുമാനനായ നമ്മുടെ നിരീക്ഷകൻ പറഞ്ഞതുപോലെയല്ല. ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ BJP-ക്ക് അനുകൂലമായി വന്നതിൻ്റെ ലക്ഷണമാണ്. അത് കേരളത്തിൽ പത്തനംതിട്ടയിലാണെങ്കിൽ പോലും അമിത്ഷായും നരേന്ദ്രമോദിയും വരുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് ഭയാശങ്കകൾ കൂടാതെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഗോവയിലെ കാര്യം പറഞ്ഞു. ഗോവ, മേഘാലയ, ആസാം, നാഗാലാൻഡ് എന്ന് വേണ്ട വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ മുഴുവൻ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മേഖലയല്ലേ? ആ ജനത മുഴുവൻ BJP ആശ്ലേഷിച്ചല്ലേ ഭരിക്കുന്നത്?
അവിടെ എന്ത് ഏറ്റവും വലിയ ഭീഷണിയാണുള്ളത്? ഒറ്റകക്ഷിയായത് ഞങ്ങളുടെ അറിവിൽ കേരളത്തിൽ പിന്നെ അവരുടെ പിടിപ്പുകേട് കൊണ്ട് നിങ്ങൾ ഭരിക്കുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ, ഞങ്ങളുടെ ഭരണത്തിന് കീഴിൽ ഞങ്ങൾ ഈ ന്യൂനപക്ഷ വിഭാഗത്തെ നെഞ്ചോട് ചേർത്തല്ലേ ഭരിക്കുന്നത്. അവിടെ ഒന്നും ഒരാശങ്കയുമില്ലല്ലോ. ഈ പറയുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും ഇടതുപക്ഷവും ഒരുപോലെ നിങ്ങൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ തീ കോരിയിടുകയാണ്, ഭയാശങ്കകൾ വിതയ്ക്കുകയാണ്. ആ ഭയാശങ്കകൾ അവസാനിക്കുന്നതോടുകൂടി ഈ കേരളത്തിൽ കോൺഗ്രസിന്റെയും CPM-ന്റെയും കാറ്റുപോകും എന്ന് മാത്രമല്ല, എനിക്ക് മനസ്സിലായി എന്ത് ബദലാണ് നിങ്ങൾക്ക് അവരുടെ മുന്നിലോട്ട് വയ്ക്കാനുള്ളത്. നരേന്ദ്രമോദി നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മുന്നിൽ ആകെയുള്ളത് ഗുജറാത്ത് കലാപവും ബാബറി മസ്ജിദ് പൊളിച്ച കാര്യങ്ങളും അടക്കമുള്ള വിഷയങ്ങൾ മാത്രമാണ്. അല്ലാതെ എന്ത് ജനകീയ ബദലാണ് നിങ്ങൾക്ക് വയ്ക്കാൻ കഴിയുക? മറ്റൊരു എന്ത് അർത്ഥത്തിലാണ് ഈ കൊല്ലം പോലുള്ള സ്ഥലങ്ങളിൽ ത്രികോണ മത്സരമുണ്ടെന്ന് താങ്കൾ പറയുന്നത്? ഒന്നോ രണ്ടോ മണ്ഡലം നമുക്ക് എണ്ണിയെടുക്കാം. അതിനപ്പുറത്തേക്ക് എന്ത് ബദലാണ്, എന്ത് ത്രികോണ മത്സരമാണ് കാണാൻ കഴിയുന്നത്? പറഞ്ഞോളൂ. കേരളം മുഴുവൻ ത്രികോണ മത്സരം. ബഹുമാനായ ലാൽകുമാറും നിങ്ങൾ ഒരേ വാചകമാണ് പറയുന്നത് ഗുജറാത്ത് കലാപത്തെ കുറിച്ച്. എന്റെ പ്രിയ സുഹൃത്തെ, മാറാട് കലാപവും നാദാപുരത്ത് നടക്കുന്ന കലാപവും അത് മതേതരത്വ കലാപം. ഗുജറാത്തിൽ കലാപം നടന്നാൽ വർഗീയ കലാപം. നിങ്ങൾ എന്താ ചിന്തിക്കുന്ന? ജനങ്ങൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പോലും അനുവദിക്കില്ലെങ്കിൽ ഈ മുസ്ലിങ്ങളും തമ്മിൽ എത്ര പ്രാവശ്യം കലാപം നടന്നു? ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനല്ലേ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പശുക്കുട്ടിയെ പരസ്യമായി കൊന്ന് ഇറച്ചി വെച്ച് കഴിച്ചത്? ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുന്നു, നിങ്ങൾക്ക് എവിടെങ്കിലും ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, DYFIയുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെങ്കിലും ഒരു പന്നിയെ കൊന്ന് പരസ്യമായിട്ട് ഇറച്ചി വെച്ച് കഴിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. പശുക്കുട്ടിയെ കൊല്ലുന്ന സമയത്ത് മതേതരത്വത്തിന്റെ പേരിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഇത് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. മതപരമായ കാര്യങ്ങളിൽ വിശ്വാസ സമൂഹത്തെ വ്രണപ്പെടുത്തരുത്. ആ വ്രണപ്പെടുത്തൽ, അവരുടെ മനസ്സിലേറ്റ ദുഃഖം, നിരപരാധികളെ ജയിലിലടച്ചത്, കള്ളക്കേസ്. അല്ല, ഈ 7 മാസമായല്ലോ ഈ ദുഃഖം വന്നിട്ട്. അങ്ങനെയാണെങ്കിൽ 7 മാസമായല്ലോ. 7 മാസം നിങ്ങൾ ഭരണത്തിലായിരുന്നല്ലോ. ഇതേ പ്രധാനമന്ത്രി തന്നെയാണല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത്. ഒരു ഓർഡിനൻസ് ഇറക്കാൻ നിങ്ങൾക്ക് കഴിയില്ലായിരുന്നു? ഇനി വീണ്ടും പ്രധാനമന്ത്രിയാക്കിയാൽ ഞാൻ ആചാരം സംരക്ഷിക്കാം, അല്ലെങ്കിൽ വിശ്വാസം സംരക്ഷിക്കാം എന്തുകൊണ്ടാണ്? ഞാൻ തീർച്ചയായിട്ടും അല്ലല്ല, ഈ ഒരു ഉത്തരവ് വന്നാൽ ഇവിടെ നടപ്പിലാക്കാത്ത ഒരുപാട് വിധികളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം ചർച്ച ചെയ്തതാണ്. ഇത് വളരെ ധിക്കാരപൂർവ്വം ഞാൻ നടപ്പിലാക്കും എന്ന് ആ ജഡ്ജ് അല്ലല്ല, അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നിയമസഭയിൽ ഈ കാര്യം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ബഹുമാനനായ O രാജഗോപാൽ സ്പീക്കർക്ക് കത്ത് കൊടുത്തു. അത് ചർച്ച ചെയ്യേണ്ടെന്ന് ആര് തീരുമാനിച്ചു? പ്രതിപക്ഷ. നിങ്ങൾ നിയമസഭയൊക്കെ വിടൂ സാർ. നിങ്ങൾക്ക് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇടപെടരുത്. ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ നിയമസഭയിൽ കോൺഗ്രസും ഒരുമിച്ച് ഈ വിശ്വാസികളുടെ പേരിൽ എതിരെ കൈകോർത്തല്ലോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജിന്റെ സുപ്രീം കോടതി വിധി മറികടക്കാൻ ഓർഡിനൻസുമായി ഗവർണർ അടുത്തിയെന്നു. ഗവർണർ എന്താ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും കൂടെ എൻ്റെ അടുത്ത് വന്നു, സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ ഓർഡിനൻസിൽ എന്നെ നിർബന്ധിച്ച് ഒപ്പിട്ടു. അങ്ങനെയാണ് ഞാൻ ഒപ്പിട്ടത്. ഇവിടെ ആവശ്യമുള്ളിടത്തെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ചെന്നിത്തലയും പിണറായിയും കൈകോർക്കുന്നു. ഇവിടെ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഓർഡിനൻസ് പുറപ്പെടുവിച്ച? ഈ കേരള നിയമസഭ ഒരു പ്രമേയം പാസാക്കി എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെട്ടില്ല? മറിച്ച് കേരളത്തിൽ എത്ര ഓർഡിനൻസുകൾ ഈ രാജ്യത്തിന്റെ ഓർഡിനൻസും ജനാധിപത്യ നിങ്ങൾ പറയുന്നു ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കേരളത്തിലുള്ളവർ ചെയ്തില്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്കത് കേന്ദ്രത്തിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ചോദിച്ചുകൂടും, നിങ്ങളാണല്ലോ ഭരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു സംസ്ഥാന വിഷയത്തിൽ കേന്ദ്രം ഇടപെട്ട് ഓർഡിനൻസ് കൊണ്ടുവരണമെങ്കിൽ അപ്പുറത്തേക്ക് വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയമാണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാമല്ലോ. ബാധിക്കുന്ന വിഷയമാണെങ്കിൽ പ്രധാനമന്ത്രി വന്ന് പറഞ്ഞല്ലോ. പ്രധാനമന്ത്രി വന്ന് പറഞ്ഞു, ഇപ്പൊ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഈ വിഷയം കിടക്കുന്നു, റിവ്യൂ പെറ്റീഷൻ. ആ സുപ്രീം കോടതി റിവ്യൂ പെറ്റീഷൻ പരിഗണിച്ച് വിശ്വാസ സംരക്ഷണത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നാണെങ്കിലും വിശ്വാസത്തെ സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി ശ്രീ ശ്യാംകുമാർ സമയം പ്രധാനമന്ത്രിയായും ഭൂരിപക്ഷത്തോടെ നിങ്ങൾ ഭരിച്ചിട്ട് നിങ്ങൾക്ക് ഇത്രയും നാളും ചെയ്യാൻ കഴിഞ്ഞില്ല, നിങ്ങൾ ഇനി ചെയ്യുമെന്ന് പറയുന്നതിലൊക്കെ എന്താ അർത്ഥമാണുള്ളത്? പിന്നെ മറ്റൊന്ന് നിങ്ങൾ ചോദിച്ചു,
അതിന്റെ ഓർഡിനൻസിന്റെ കാര്യം ചോദിച്ചു, കേരളം എന്തുകൊണ്ട് ഇറക്കിയില്ല? ആ സുപ്രീം കോടതി വിധിയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, സ്ത്രീ പുരുഷ സമത്വം എന്നത് ഈ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ്, അതിനെതിരെ പറയുന്ന ഓരോ കാര്യങ്ങളും ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആ വിധിയിൽ തന്നെ പറയുന്നുണ്ട്. ആ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി നിശ്ചയിച്ച പറഞ്ഞ ഒരു കാര്യത്തിനെതിരെ എന്തർത്ഥത്തിൽ ഓർഡിനൻസ് കൊണ്ടുവരാൻ കഴിയും? ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ലാൽകുമാർ, ഇതാണ് പറയുന്നത്. ഇവർക്ക് 7 മാസം സമയമുണ്ടായിരുന്നു കയ്യിൽ വിധി വന്നതിന് ശേഷം. എന്നിട്ട് ഇനിയും ഞങ്ങൾക്ക് അധികാരം തരൂ, എന്നെ പ്രധാനമന്ത്രിയാക്കൂ, ഞാൻ നിങ്ങളുടെ ആചാരം സംരക്ഷിക്കാം. എന്തുമാത്രം കപടതയാണ് ഒരുപക്ഷെ സാധാരണക്കാരായ വിശ്വാസികളുടെ മനസ്സിലേക്ക് ഇവർ ഇറക്കിവിടുന്നത്, ഇവർ കൊണ്ടുവരുന്നത്. നമ്മള് ഇവിടുത്തെ എത്രമാത്രം വിശ്വാസികൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനും ഒരു വിശ്വാസി തന്നെയാണ്, അതിനെ സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവരെ പോലെ കപട വിശ്വാസമൊന്നും എനിക്കില്ല. ഭരണഘടനയുടെ മൂല്യങ്ങളാണ് മതമൂല്യങ്ങൾക്ക് ഉയറി നിൽക്കേണ്ടതെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുമാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നു. നരേന്ദ്രമോദിയല്ല, നാഗ്പൂരിലിരിക്കുന്ന വേറൊരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും അതിനെതിരെ ഒരു അമെൻമെന്റ് കൊണ്ടുവരാൻ പറ്റില്ല. ഒന്നത്. 2, അമെൻമെന്റ് വരുന്ന പോട്ട് അത് സ്റ്റാൻഡ് ചെയ്യത്തില്ലെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അമെൻമെന്റ് കൊണ്ടുവരാം. 2, ഓർഡിനൻസ് പറയുന്ന സാധനം നോക്കുക വേണ്ട. അതൊക്കെ ഇൻവാലിഡ് ആണ്. ചുമ്മാ നമുക്ക് എന്തെങ്കിലുമൊക്കെ തർക്കം പറയാമെന്നുള്ളതല്ലാതെ ഈ പാവപ്പെട്ട മനുഷ്യർ ഇവർക്കൊന്നും അറിയില്ല. സാധാരണക്കാർക്ക് ഇതൊന്നും അറിയില്ല. ഭരണഘടനയെന്നും അത് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ നേരിടുന്ന കുറെ വിഷയങ്ങൾ മാത്രമാണത്. പക്ഷെ ഇതിന് പ്രത്യേകിച്ച് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും ഈ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും ഉള്ള കാര്യം സാധാരണക്കാരെ അറിയില്ല. ഇവർ പടച്ചുണ്ടാക്കി വിട്ടിരിക്കുന്ന ഒരു കാര്യം, പിണറായി വിജയനും സർക്കാരും ചേർന്ന് നമ്മുടെ ആചാരങ്ങളെയും ഹിന്ദുക്കളെയും നശിപ്പിക്കാൻ നോക്കുന്നു. ഇത് ഇവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് പറഞ്ഞിട്ടുമാണല്ലോ ഇവിടെ ഇലക്ഷൻ നേരിട്ടത്. എന്നിട്ട് ഇവർക്ക് ഇവിടെ ത്രികോണം ഉണ്ടാക്കാൻ പറ്റിയത് 3 സ്ഥലത്താണ്. 3 സ്ഥലത്തെ ഇവർക്ക് ത്രികോണവുമായിട്ട് വരാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളിടത്തൊന്നും ഒന്നുമില്ല. ഈ പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ച പോലെ മാവേലിക്കര ഇവരുടെ സ്ഥാനാർത്ഥി ആരാ, മലപ്പുറത്തെ സ്ഥാനാർത്ഥി ആരാ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചപ്പോൾ അയ്യോ ആരാ, ഏതാ, പേര് പോലും അറിയില്ല. നമ്മൾ സത്യസന്ധമായ കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പറഞ്ഞു. ഇവർ ന്യൂനപക്ഷത്തെ കുറിച്ച് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ ന്യൂനപക്ഷം അനുകൂലമായിട്ട് ഇവർക്ക് നിൽക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പം പാറശാല, കോവളം, നെയ്യാറ്റിൻകര ഈ സ്ഥലങ്ങളിൽ കൃത്യമായി കഴിഞ്ഞ പ്രാവശ്യം തരൂറിന് അനുകൂലമായിട്ട് പോയ സ്ഥലങ്ങളാണ്. അവിടെ യാതൊരു കാരണവശാലും BJPക്ക് ഒരു ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ ഈ പ്രാവശ്യം ഇടതുപക്ഷം പോലും പ്രതീക്ഷിക്കുന്നത് പാറശാല പോലുള്ള സ്ഥലങ്ങളിൽ സി ദിവാകരന് ലീഡ് വരികയും കഴക്കൂട്ടവും നിയമം കൊണ്ട് ജയിക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ഇടതുപക്ഷത്തിന് പോലും ഉണ്ട്. ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷത്തിനോട് ഹൃദയത്തോട് ചേർത്താ പിടിക്കുന്നത്. പിടിച്ചു കഴിയുമ്പോൾ ഒറ്റ കുത്തൂടെ കുത്തും. ഇതാണ് ഇവർ ചെയ്യുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം വോട്ട് കിട്ടുക എന്നുള്ളതല്ലാതെ ഇപ്പം നിങ്ങൾ നോക്കിക്കോ, ഇന്ന് ശബരിമലയിലെ പ്രശ്നം നിർത്തും. കാര്യം ഇനിയിപ്പോൾ അടുത്ത നിയമസഭയോ എന്തെങ്കിലും പഞ്ചായത്തോ ഒക്കെ വരുമ്പോൾ മാത്രം പൊങ്ങി വരുന്നൊരു സാധനമായിട്ട് മാറും ഈ സാധനം. അയ്യപ്പൻ ഒരു സ്റ്റാർ ക്യാമ്പയിനറായിട്ട് ഇവർക്ക് മാറ്റി അയോധ്യ പോലൊരു തർക്ക വിഷയമാക്കി നിർത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം. പക്ഷേ അയോധ്യ അല്ല ഇത്, നോർത്ത് ഇന്ത്യ അല്ല ഇത്. ഇപ്പൊ ഇവരോട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന കുറെ വോട്ടേഴ്സ് ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് പേര് വികാരപരമായി ഇവർക്ക് അനുകൂലമായി ആ വിഭാഗം ആൾക്കാർ പോലും തിരിച്ചിവർക്ക് വരും. ഇവർക്ക് തിരിച്ചു വന്ന് ഇവർ വഴി കുടങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാവും. കാര്യം അത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്, അത്രത്തോളം അസത്യമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അല്ല അദ്ദേഹം പറയട്ടെ, 7-8 മാസം കിട്ടിയപ്പോൾ ഇവർക്ക് ഭരണഘടന അമെൻഡ് ചെയ്തിരുന്നായിരുന്നോ? ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യില്ലായിരുന്നു. അവസാന നിമിഷം വരെ എന്തിനാ ഇവർ പിടിച്ചുകൊണ്ടിരുന്നുണ്ട്? സുപ്രീം കോടതിയുടെ റിവ്യൂവിന് എന്തിനാ വെയിറ്റ് ചെയ്തവർ? സുപ്രീം കോടതി വിധി അവിടെ നിൽക്കട്ടെ. സുപ്രീം കോടതി വിധി അനുസരിച്ചാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? ഇവർ പറയുന്ന രീതിയിലാണെങ്കിൽ ഇവർക്ക് ഭരണഘടന അമെൻഡ് ചെയ്യാമെങ്കിൽ ഇവരെന്നാ ചെയ്യാഞ്ഞത്? അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇലക്ഷൻ നേരിടുമ്പോൾ കൃത്യമായി ശബരിമല വിഷയം ഉയർന്നു തന്നെ നിൽക്കണമായിരുന്നു. അയ്യപ്പൻ അവരുടെ സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു. അത് കഴിഞ്ഞു. ഈ അയ്യപ്പൻ ഒരു കാര്യം കൂടെ പറയാം, ഈ അയ്യപ്പനൂടെ വെച്ചിട്ടാണ് ഈ പ്രാവശ്യം ക്യാമ്പയിൻ ചെയ്തിരിക്കുന്നത്. ഈ അയ്യപ്പനൂടെ വെച്ചിട്ട് കേരളത്തിൽ ഒരു സീറ്റ് ഇവർക്ക് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അറബിക്കടലിൽ ഈ സാധനം മുങ്ങിപ്പോത്തേ ഉള്ളൂ. അവർക്ക് BJPക്ക് കൃത്യമായ ധാരണയുണ്ട് അതിനെക്കുറിച്ച്. ഇവിടെ ഈ പ്രാവശ്യം ഇവർക്ക് സീറ്റ് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ സംഭവം കഴിഞ്ഞു. അത് ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് കേരളമാണ്. കേരളത്തിൽ ഷിഫ്റ്റ് ഉണ്ടായാൽ പോലും അത് തിരിഞ്ഞു മാറി വരാൻ അധികം നേരമൊന്നും വേണ്ട. കാര്യം ആൾക്കാരെ പറ്റിച്ചു എന്ന് തോന്നുന്നതിൽ മേൽ വേറൊരു മോശമായ കാര്യമില്ല. നമ്മളെ പറ്റിച്ചു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിന്നോ ഒന്നും ഈ നാട്ടുകാർക്കില്ല. ഇവിടെ അത്യാവശ്യമൊക്കെ അവർ പ്രതികരിക്കും. ഇവർക്ക് കിട്ടാൻ പോകുന്നത് ചുട്ട മറുപടിയാണ് വരും ദിവസങ്ങളിൽ. കാര്യം ഇപ്പം ഭരണഘടനാ അമെൻമെൻറ്റും ഒക്കെ വരണമല്ലോ, അല്ല റിവ്യൂ ഒക്കെ എല്ലായിടത്തും ദൂരക്കളയും. ഞാൻ പറയുന്നത് ദൂരക്കളയുന്നു. ഇപ്പം അദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾക്കാർ അദ്ദേഹം മാന്യമായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അദ്ദേഹം മാന്യമായിട്ടാണ് സംസാരിച്ചത്. സാധാരണയിൽ BJPക്കാർ പ്രതിപക്ഷത്തെ ബഹുമാനിക്കാതെ സംസാരിക്കുന്നത്, പക്ഷേ അദ്ദേഹം ക്ലീനായിട്ട് സംസാരിച്ചു. പക്ഷേ പറയുന്നതിനകത്തൊരു സ്റ്റാൻഡിങ് ഇല്ല. അത് ഒരു കാരണവശാലും നടക്കാൻ പോകുന്ന കാര്യമല്ല.
തീർച്ചയായും ഏതായാലും സമഗ്രമായ ഒരു ചർച്ച തന്നെയായിരുന്നു ഈ വിഷയത്തിൽ നടന്നത്. അതിഥികളിലേക്ക് ഒരിക്കൽ കൂടി വരണം എന്നുണ്ട്, പക്ഷേ സമയപരിമിതി മൂലം അവസാനിപ്പിക്കേണ്ടി വരുന്നു. ദയവായി ക്ഷമിക്കുക. ഞങ്ങളുടെ അതിഥികൾ വളരെയധികം നന്ദി. ഞങ്ങളോടൊപ്പം പങ്കെടുത്ത ശ്രീ SK സജീഷ്, ഒപ്പം തന്നെ ശ്രീ A ഷുക്കൂർ, ശ്രീ ശ്യാംകുമാർ, ശ്രീ ലാൽകുമാർ ഞങ്ങളോടൊപ്പം ഈ ഒരു അവസരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം ഇത്തരത്തിലൊരു വിഷയത്തിൽ സമഗ്രമായി ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി ഒരിക്കൽ കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി വരാൻ സമയപരിമിതി അനുവദിക്കാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് എത്താത്തത്. അതിൽ ക്ഷമയും ചോദിക്കുന്നു. ഏതായാലും പോളിംഗ് റെക്കോർഡ് പോളിംഗ് ശതമാനം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 77.68 മികച്ച പോളിംഗ്, കനത്ത രീതിയിൽ തന്നെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു മാസത്തിന്റെ കാത്തിരിപ്പാണ്. എന്താണ് കേരളത്തിന്റെ ജനഹിതം, കേരളം എന്താണ് ജനം വിധിച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ ഒരേ സമയം തന്നെ വലിയ ആവേശവും ആകാംക്ഷയുമുണ്ട്, ഒപ്പം തന്നെ ഉത്കണ്ഠയുമുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഒരു മാസത്തിനായി തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനായി.